വിശുദ്ധനായ സെബസ്ത്യാനോസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ആ പ്രാർത്ഥനാ വചനത്തിൽ നിന്നു തന്നെ നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. അതായത് ചേർത്തല അർത്തുങ്കലുള്ള നമ്മുടെ അർത്തുങ്കൽ ബസിലിക്ക എന്ന സെൻറ്റ് ആൻഡ്രൂസ് ചർച്ചിൽ ഏറ്റവും പ്രശസ്തമായി നടക്കുന്ന ഒരു പ്രധാന വഴിപാടാണ് ഉരുൾ നേർച്ച എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അർത്തുങ്കൽ പള്ളിയുടെ തുടക്കസ്ഥാനമായിട്ടുള്ള കുരിശടി. ഈ കുരിശടിയിൽ നിന്നാണ് ഈ ഉരുൾ നേർച്ച ആരംഭിക്കുന്നത്. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയും അതുപോലെ രോഗപീഠകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുമൊക്കെ സെബസ്ത്യാനോസ് പുണ്യാളനോട്, അതായത് അർത്തുങ്കൽ വെളുത്തച്ഛനോട് പ്രാർത്ഥിച്ച് നേർച്ച നേരുന്ന ആളുകൾ അവരുടെ ഉദ്ദിഷ്ട കാര്യം സാധ്യമായതിനു ശേഷം നേർച്ച പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരും. അപ്പോൾ ലോകത്തിൻ്റെ എമ്പാടുമുള്ള മലയാളികൾ ഏറ്റവും അധികം സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അർത്തുങ്കൽ വെളുത്തച്ഛൻ്റെ പ്രാധാന്യം ചെറുതല്ല. ഈ അർത്തുങ്കൽ നാട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അർത്തുങ്കൽ പുണ്യാളനോട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്ന ഒരുപാട് ഭക്തരാണുള്ളത്. ലോകമെമ്പാടും ആഘോഷിക്കുന്നത് തന്നെയാണ് സെൻറ്റ് സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ. അത് എല്ലാ വർഷവും ജനുവരി 20-നാണ് ആഘോഷിക്കപ്പെടുന്നതെങ്കിലും നമ്മുടെ അർത്തുങ്കൽ പള്ളിയിൽ ജനുവരി 10 മുതൽ 20 വരെയാണ് ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത്. എന്നാൽ അതിനുശേഷമുള്ള 7 ദിവസം കൂടി, അതായത് 27-ാം തീയതി വരെ അർത്തുങ്കൽ ചെറിയ പെരുന്നാൾ എന്ന രീതിയിൽ 8-ാം പെരുന്നാളും ആഘോഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് അർത്തുങ്കൽ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപത്തിന് മുന്നിൽ നിന്ന് ഉരുകി ഉരുകി പ്രാർത്ഥിക്കുന്ന എത്രയോ ആൾക്കാരെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതെന്നറിയാമോ. അതുപോലെ എന്ത് ലക്ഷ്യം നേടാനുണ്ടെങ്കിലും എന്ത് കാര്യം സാധിക്കാനുണ്ടെങ്കിലും സെബസ്ത്യാനോസ് പുണ്യാളനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നടക്കുമെന്ന് വിശ്വസിക്കുന്ന അനേകായിരം കോടിക്കണക്കിന് ജനങ്ങളാണ് ഈ കേരളത്തിൽ തന്നെ ഉള്ളത്. അപ്പോൾ എല്ലാവിധ പ്രശ്നങ്ങളും ഇവിടെ അർത്തുങ്കൽ സെബസ്ത്യാനോസിൻ്റെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ ലക്ഷ്യങ്ങളൊക്കെ നേടിയ ശേഷം ഇവിടെ ആ ഒരു നേർച്ച സമർപ്പിക്കാനായിട്ട് എത്തിയ എത്രത്തോളം യുവാക്കളാണെന്നറിയാമോ. ഇങ്ങനെ 1 കിലോമീറ്റർ ദൂരം വരുന്ന കുരിശടി മുതൽ പള്ളിയിലെ നമ്മുടെ അർത്തുങ്കൽ പള്ളിയിലെ സെബസ്ത്യാനോസിൻ്റെ രൂപം വരെ ഉരുണ്ടുരുണ്ട് വന്നു ചേരുന്നത്. അങ്ങനെ ഉദ്ദിഷ്ട കാര്യം സാധിക്കാനായിട്ട് കുരുമുളകും അരിയും ഒക്കെ വീടുകൾ തോറും നടന്ന് ശേഖരിച്ച് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നവരുണ്ട്. പിന്നെ വില്ലും കഴുന്ന് നേർച്ച സമർപ്പിക്കുന്നവരുണ്ട്. അതുപോലെ മുട്ടിലിഴഞ്ഞ് നേർച്ച സമർപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ജനുവരി 27-ാം തീയതി അർത്തുങ്കൽ പള്ളി പെരുന്നാൾ കൊടി ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു കാത്തിരിപ്പാണ് അർത്തുങ്കൽക്കാർക്ക് അടുത്ത വർഷത്തെ പെരുന്നാളിലേക്കുള്ള കാത്തിരിപ്പ്.